السلام ومنك السلام وإليك أرجع السلام ربنا حينا بالسلام അല്ലേ, ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരമാണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത്. 5 വക്ത് നിസ്കരിച്ചതിന്റെ ശേഷം നാം ഓരോരുത്തരും ചൊല്ലുന്നതാണ് അല്ലാഹുമ്മ അന്തസ്സലാം. അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് ശാന്തി. വമിൻകസ്സലാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് ശാന്തി വരുന്നത്. അപ്പൊ അല്ലാഹുവാണ് ശാന്തി, അല്ലാഹുവിൽ നിന്നാണ് ശാന്തി. ശാന്തി എന്ന് പറയുന്നത് സമാധാനം, സമാധാനത്തിന്റെ ഗേഹം, സമാധാനത്തിന്റെ കേന്ദ്രം അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബനാ ഹയ്യിനാ ബിസ്സലാം, അല്ലാഹുവേ രക്ഷിതാവേ ഞങ്ങൾ നീ സമാധാനത്തിലാക്കണേ. പിന്നെന്താ പറയുന്നത്? റബ്ബനാ ഹയ്യിനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നിന്റെ അനുഗ്രഹം കൊണ്ട് ശാന്തിയുടെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അല്ലാഹുവേ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ എന്നാ പറയുന്നത്. നമുക്ക് ഈ തീവ്രവാദം വന്നിരിക്കുന്നത് ഓരോ ആളുകളും, ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ചോദിക്കും, ഞാൻ ഈ പറയുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ വരുന്ന സംശയങ്ങൾ ചോദിക്കണം. ഞാൻ ഒന്നുകൂടി പറയാം. എന്താ പറയുന്നത്? സമാധാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞു, ശാന്തമായി മക്ക ഫതഹായി എന്ന് പറഞ്ഞ മക്ക നമ്മുടെ കയ്യിലേക്ക്, പ്രവാചകനും അനുചരന്മാരിലേക്ക് ലഭിക്കുകയാണ്. പ്രവാചകനും അനുയായികളും വിജയത്തിന്റെ വെള്ളിക്കൊടി പറത്തിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. കഷ്ടപ്പെടുത്തിയ ജനത, ഒരുപാട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രവാചകനെ അത്രമാത്രം കഷ്ടപ്പെടുത്തിയ മലയാളത്തിന്റെ മഹാകവി വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി വായിച്ചാൽ നിങ്ങൾക്കറിയാം. കുടൽമാല, ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാല പ്രവാചകന്റെ കഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സമൂഹത്തിലേക്ക് വിജയിച്ചു കൊണ്ടുവരികയാണ് പ്രവാചകൻ. വള്ളത്തോൾ പറയുന്നുണ്ട്, ആ തിരുദൂതരുടെ കഴുത്തിങ്കൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യമെന്ന്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് പ്രവാചകൻ വിജയിച്ചിട്ട് വരികയാണ്. പ്രവാചകൻ എന്താ പറഞ്ഞത്? പ്രവാചകൻ മക്കയിലേക്ക് വന്നു. ആളുകൾ ചോദിച്ചു, എന്താ ആളുകളോട് പ്രവാചകൻ പറയാണ് എന്താ വേണ്ടേ? ആദ്യമേ പറഞ്ഞു, മക്കയുടെ കഅബാലയത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാവും ഉണ്ടായിരുന്നത്? കഅബാലയത്തിന്റെ താക്കോൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കഅബാലയത്തിന്റെ താക്കോൽ തിരിച്ചു കൊടുക്കുകയാണ്. അവിശ്വാസികള്, നേരത്തെ പ്രവാചകൻ ആട്ടി ഓടിച്ചവർ, നിസ്കരിക്കാൻ വേണ്ടി പോലും ചെന്നപ്പോ അവിടെ നിന്ന് ആട്ടി ഓടിച്ച കഅബാലയത്തിന്റെ താക്കോൽ ഇതാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അവിശ്വാസികളോട് പറഞ്ഞു, പോയിക്കൊള്ളൂ, നിങ്ങളൊക്കെ എന്താണ് സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇസ്ലാമിലേക്ക് വരണമെന്ന നിർബന്ധമൊന്നുമില്ല, യാതൊരു നിർബന്ധവുമില്ല. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിലേക്ക് എന്തുണ്ടായി? നമ്മുടെ അടുത്ത കാലങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിലര് ഒരു തുള്ളി ഹിന്ദുവിന്റെ രക്തത്തിന് പകരം, ഒരു തുള്ളി മുസൽമാന്റെ രക്തത്തിന് പകരം 1/2 ലിറ്റർ ഹിന്ദുവിന്റെ രക്തം എന്ന് പ്രസംഗിച്ചവർ ഇപ്പൊ എവിടെയാ? അന്ന് സമാധാനം മതി, ഒരു ഹിന്ദുവിനെ മക്ക വയ്ക്കരുത് എന്ന് പറഞ്ഞ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികളും പാർട്ടിയും ഇന്നവിടെ. ഹിന്ദുവിന്റെ 1/2 ലിറ്റർ രക്തം എന്ന് പറഞ്ഞ ആളിന്നവിടെ. അത് നോക്കേണ്ടത് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം എന്താണ് നമുക്ക് മുമ്പിലേക്ക് തന്നത്, ഇസ്ലാം എന്ത് നമുക്ക് തന്നു എന്നതിനെ കുറിച്ച് നാം കൃത്യമായി ഓർക്കണം. അതല്ലെങ്കിൽ ഇന്ന് കശ്മീരും പഞ്ചാബും നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമാണ്. കശ്മീരില് ആരാളുള്ളത്? കേരളത്തിലെ പോലെ അല്ല, കശ്മീരിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ്. അവിടെ എന്താ സ്ഥിതി? ഒരു മുസൽമാൻ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, എന്റെ ബഹുമാനായ സുഹൃത്ത് MC അഭിമാനകരമായി തലയുയർത്തി നടന്നു പോകാൻ കശ്മീരിലെ മുസൽമാന് കഴിയില്ല. കശ്മീരിൽ എന്നല്ല, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ബഹുമാനായ ബനാത്ത് വാല സാഹിബിന്റെ കൂടെ വിവിധ സ്റ്റേറ്റുകളിൽ മുസ്ലിം ലീഗിന്റെ പ്രചരണവുമായി പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരു നല്ല ഡ്രസ്സ് പോലും ധരിക്കാൻ ഈ കേരളം കഴിഞ്ഞാലുള്ള സംസ്ഥാനത്തെ മുസ്ലിമിന് കഴിയുന്നില്ല. അവിടെയാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന അഭിമാനകരമായ അസ്തിത്വം എന്ന് നേരത്തെ MC ഇവിടെ പറഞ്ഞു പോയ ആ ഒരു സന്ദേശത്തിന്റെ പ്രസക്തി. ഇന്ത്യ
ഇന്ത്യ